ഇത് മിനിയേച്ചർ പിഞ്ചർ എന്ന് പറയും. പിഞ്ചർ ഫാമിലിയിൽ ഒരു 6-7 ബ്രീഡ്സ് ഉണ്ട്. ഡോബർമാൻ പിഞ്ചർ, മിനിയേച്ചർ പിഞ്ചർ, ജർമ്മൻ പിഞ്ചർ, അഫൻ പിഞ്ചർ ഫാമിലിയിൽ ഏറ്റവും ചെറുത് മിനിയേച്ചർ. ഇവർ ഷോർട്ടായിട്ട് വിളിക്കണം മിൻപിൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഇവരുടെ ശരിക്ക് ജന്മദേശം ജർമ്മനിയാണ്. ഒരുമാതിരി നമ്മളിവിടെ ഇന്ത്യയിൽ കാണുന്ന ഒരുമാതിരി ഡോഗ്സിൽ ഒരു 3/4 ജർമ്മൻ ബ്രീഡ്സാണ്. ഇവരെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വളർത്താം. ഇൻസൈഡ് ആണെങ്കിലും ഔട്ട്സൈഡ് ആണെങ്കിലും വളർത്താം. ഫാമിലി ആയിട്ട് എക്സ്ട്രാ കെയറാണ് ഇവർ ചെയ്യണത്. അത്യാവശ്യം ഒരു 6 മാസം വരെ ഇത്തിരി ഹൈപ്പറാണ്. എന്നാലും നമുക്ക് ഇൻസൈഡ് ഔട്ട്സൈഡ് എങ്ങനെ വേണമെങ്കിലും നോക്കാം. അതായത് ഇപ്പോൾ വീട്ടിലിപ്പോൾ ഒരു 3-4 പേരുള്ളതെന്നുണ്ടെങ്കിൽ അവരെ മാത്രമേ ഇവർ അംഗീകരിക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് വന്നാലും റിലേറ്റീവ്സ് വന്നാലും ഇവർ അംഗീകരിക്കില്ല. അതായത് ഇവരുടെ ലോകം എന്ന് വെച്ചാൽ നമ്മൾ 4 പേരുള്ളെങ്കിൽ 4 പേര് അതിൽ ആര് ഫീഡ് ചെയ്യണമെന്ന് വെച്ചാൽ അവരാണ് ഇവരുടെ മാസ്റ്റർ. ബാക്കിയുള്ളൊരു ഡോഗ് അംഗീകരിക്കുമെങ്കിലും ആ മാസ്റ്ററിനെ ചുറ്റിപ്പറ്റിയ ഡോഗ് നിൽക്കുകയുള്ളൂ. അത് നമ്മൾ നല്ല പാരൻറ്റിൽ നിന്ന് എടുത്താൽ. ഇൻബ്രീഡ്സിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നല്ല പാരൻറ്റേജ് ഇപ്പോൾ ഔട്ട് ക്രോസിങ്ങിൽ നിന്നാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കമ്പാനിയനുമാണ്, പെറ്റുമാണ്, എല്ലാ തരത്തിലും നമുക്ക് യൂസ് ചെയ്യാം. ട്രെയിനിങ് വേണമെങ്കിൽ ട്രെയിനിങ്, എജിലിറ്റി വേണമെങ്കിൽ എജിലിറ്റി ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി വിദേശത്ത് ഏകദേശം ഒരു 6-7 ഡോഗ് എജിലിറ്റിയിൽ പാസ്സായിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ അറിയാവുന്നതിലൊരു ഡോഗ് 300-ൽ 300, 150-ൽ 150 ഇവരുടെ വർക്ക് നമ്മുടെ ട്രെയിനിങ് കാണിക്കും. കുറച്ച് എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഉള്ള പരിപാടികൾ. പിന്നെ ഇത് വിത്ത് ലീഷ്, വിത്തൗട്ട് ലീഷ് ഡോഗ്, ഹീൽ വർക്ക്, സിറ്റ്, ഡൗൺ, എല്ലാത്തിലും സ്റ്റേ, സ്റ്റാൻഡ് സ്റ്റേ, സിറ്റ് സ്റ്റേ, ഡൗൺ സ്റ്റേ. അത് ഓണർ ഔട്ട് ഓഫ് സൈറ്റ് ഈ ടെസ്റ്റ് ഉണ്ട്, ഇത് ഒബീഡിയൻസിൻ്റെ ടെസ്റ്റ് ഉണ്ട്. അതിലിപ്പോൾ ചിലപ്പോൾ ഡോഗിന് നമ്മളൊരു സ്ഥലത്ത് സിറ്റ് സ്റ്റേ പറഞ്ഞിട്ട് ഹാൻഡ്ലർ ഒരു 10 മിനിറ്റ് മാറി നിൽക്കും. അപ്പോൾ ജഡ്ജും റിംഗ് സ്റ്റീവാർഡ് ഉണ്ടാവും. അവരത് പറഞ്ഞതിന് ശേഷം 10 മിനിറ്റ് കഴിയുമ്പോഴാണ് ഇവരൊന്ന് റീകോൾ ചെയ്യണത്. ആ ടൈമിൽ അത്ര ആൾക്കാർ ചുറ്റും ഉണ്ടാവും. ആരെന്തൊക്കെ ഇത് ചെയ്താലും ഡോഗ ചെയ്ത സ്ഥലത്തുനിന്ന് അനങ്ങില്ല. അതാ എജിലിറ്റിയുടെ ട്രെയിനിങ്, ഒബീഡിയൻസ് ട്രെയിനിങ് എന്ന് പറയും. പിന്നെ മറ്റേ ഉള്ളത് ബ്യൂട്ടി കോൺടെസ്റ്റാണ്, ചാമ്പ്യൻ ഷോ. ഇവരുടെ ശരിക്ക് ബ്രീഡ് സ്റ്റാൻഡേർഡ് ഫസ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ മിനിയേച്ചർ പിഞ്ചർ വരുമ്പോഴത്തേക്കും ബിച്ചസ്, അതായത് ഫീമെയിൽസ് 10 ഇഞ്ചും ഡോഗ് 12 ഇഞ്ചും ആയിരുന്നു ഹൈറ്റ്. വെയിറ്റ് ഒരു 3.5-4 കിലോക്കുള്ളിലാണ് നിന്നിരുന്നത്. ഇപ്പോൾ കുറച്ച് ബ്രീഡ് സ്റ്റാൻഡേർഡ് മാറി ഡോഗ് ഒരു കുറച്ചും കൂടി ഹൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. എങ്കിലും ഒരു 14 താഴെ വരാൻ പാടുള്ളൂ. ഡ്രൈ ആയിരിക്കുള്ളൂ ഫേസ്. പിന്നെ ഇവരുടെ മൂവ്മെൻറ്റിനെ പറഞ്ഞാൽ ഹാക്കനി എന്നാണ് പറയുന്നത്. ശരിക്കും ഹോഴ്സിൻ്റെ ടൈപ്പാണ് ഇവർ. കൈ ശരിക്കും നിവർത്തി നടക്കും. ഹാക്കനി എന്നും പറയും, ഗേറ്റിംഗ് എന്നും പറയും. ചെറിയ വീടുകളിലൊക്കെ വളർത്തിയിരുന്ന ഡോഗാണ് ഒരു കമ്പാനിയനായിട്ട്. ഇപ്പോൾ പല ആൾക്കാർക്കും പല പല അസുഖങ്ങളുണ്ടല്ലോ, ഇപ്പോൾ മാനസിക പ്രശ്നങ്ങൾ, പിന്നെ മറ്റേ സ്ട്രെസ്സ്, അതിനൊക്കെ ഒന്ന് റിലീഫ് കിട്ടാനായിട്ട്. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഗേറ്റിൻ്റെ ഒരു കുറ്റി അനങ്ങിയാൽ ഈ ഡോഗ് അറിയുമെന്നുള്ളതാണ്. ഇവർ 24 അവർ ഇവർ വർക്കിംഗ് ആണ്. ഇവരെ ഉറങ്ങിയാൽ പോലും ഒരു ചെറിയൊരു അനക്കം കിട്ടി ഇവർ അനക്കം കിട്ടിയ സ്ഥലത്ത് ഇവർ വന്നിരിക്കും. അത്യാവശ്യം ഡോഗ് കടിക്കുകയും ചെയ്യും, കുരയ്ക്കുകയും ചെയ്യും. പിന്നെ ഈ ഹൈപ്പറൊക്കെ ആക്കി എടുക്കണ വളർത്തണ ആളുടെ ഇഷ്ടം പോലെ ഇരിക്കും. ക്രൂവലാക്കുക, പെറ്റാക്കുക, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിൽ ഡോഗ് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. ഇവർ ശരിക്കും കാർണിവറസാണ്. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫുഡ് ഹാബിറ്റിലേക്ക് മാറ്റാം. ഇവർ മാന്യമായിട്ട് ഒരു വെജും കഴിക്കും, ഫ്രൂട്ട്സും കഴിക്കും, നോണും കഴിക്കും. പിന്നെ എളുപ്പത്തിനാണെങ്കിൽ ഡ്രൈ ഫുഡ് കൊടുക്കുക. അതല്ല നമ്മൾ കഴിക്കണ എല്ലാ ഫുഡും ഇവർ കഴിക്കും. ഓവർ വെയിറ്റ് കയറ്റരുത് ഡോഗിന്. വെയിറ്റ് വന്നാൽ ഡോഗിന് നമ്മൾ കുറച്ച് വർക്ക് ചെയ്യിക്കണം. ഇപ്പം നമ്മൾ ഡോഗും കൂടെ ഒന്ന് നടക്കാൻ പോകുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഒരു പെട്ടെന്ന് ചില പാരൻറ്റേജിൽ ഒബിസിറ്റി വരും. അപ്പോൾ അതാക്കരുത്. അല്ലാണ്ട് വേറെ എങ്ങനെ എല്ലാ ആഹാരവും കഴിക്കും. ഇവർക്ക് ഇന്നതെന്നൊന്നുമില്ല. കുറച്ച് ഫുഡ് മതി. പക്ഷേ അത് 2 ടൈമെങ്കിലും കൊടുക്കണം. 2 ആഴ്ച കൂടുമ്പോൾ കുളിപ്പിക്കുക. ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ കുറേ പ്രൊഡക്ട്സ് വന്നിട്ടുണ്ട്. ഇത് പെറ്റ്സിൻ്റെ ആക്സസറീസ് പ്രൊഡക്റ്റ് കുറച്ച് വന്നിട്ടുണ്ട്. അതാണെങ്കിൽ നമ്മൾ ഡോഗിന് ഒരു ഡ്രൈ ടവൽ വെച്ച് ഒന്ന് റബ്ബ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് എതിരെ ബ്രഷ് ചെയ്ത് ഡ്രൈ ഷാമ്പൂ ഉണ്ട്, അത് ഡോഗിൻ്റെ മേത്തിട്ടിട്ട് നന്നായിട്ട് നമ്മുടെ വൈപ്സ് വെച്ചൊന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂർ അതിൻ്റെ പെർഫ്യൂമിൻ്റെ ഫ്ലേവർ കിട്ടും. ഡോഗിനെ വെള്ളം തൊടിയിക്കേണ്ട കാര്യമില്ല. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരെ നമ്മൾ കുളിപ്പിക്കണമെന്നില്ല. ഇവരെ നമ്മൾ ഒന്നെങ്കിൽ ഡ്രൈ ടവൽ വെച്ച് തുടക്കുക, അല്ലെങ്കിൽ ബ്രഷ് ചെയ്ത് വിടുക. ഡോഗ് നനഞ്ഞാൽ മാത്രമേ ഡോഗിന് സ്മെല്ല് വരുള്ളൂ. ഇപ്പം മനുഷ്യർ വേർക്കണ പോലെ ഇവർ വേർക്കില്ല. അപ്പോൾ ഇവർക്ക് ആ സ്മെല്ല് വന്നാന്ന് വെച്ചാൽ ഡോഗ് നനയണം. അല്ലെങ്കിൽ ചിലർ കൂട്ടിൽ അടച്ചിടും, അപ്പോൾ മൂത്രത്തിൽ കിടക്കും, അങ്ങനെ ഡോഗിന് സ്മെല്ല് വരും. 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഡോഗിനെ കുളിപ്പിക്കുക. അത് ഇവരുടെ തന്നെ ഷാമ്പു, സോപ്പ് കാര്യങ്ങളുണ്ട്, അത് വെച്ച് ചെയ്യാം. അത് ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ഷാമ്പു യൂസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഒരു 5 കളറ് വിസിബിളാണ്. പുറത്ത് ഇവരുടെ കുറച്ച് എക്സോട്ടിക് കളറുണ്ട്.
ഇപ്പോൾ ഇവിടെ കാണുന്നതിൽ മെയിനാണ് ഇത് റെഡ്. പിന്നെ ഉള്ള മറ്റേ ഒരു ഡോഗിനെ കണ്ടാണ് സ്റ്റാഗ്. സ്റ്റാഗ് എന്ന് പറയുമ്പോൾ റിബിൻ്റെ ഈ കഴുത്തിലൊക്കെ ചെറുതായിട്ട് ബ്ലാക്ക് ഡൈലൂട്ട് കളർ വരും. പിന്നെ ഉള്ളത് ബ്ലാക്ക് ആൻഡ് ടാൻ, അതായത് ബോഡി ബ്ലാക്ക്, കൈ കാല് ഈ ഫേസിലൊക്കെ ടാൻ മാർക്കിങ് വരും. പിന്നെ ഉള്ളത് ചോക്ലേറ്റിൽ 2 കളറുണ്ട്, ഡാർക്ക് ബ്രൗണും ഉണ്ട്, ലൈറ്റ് ടാനും ഉണ്ട്. അവരുടെയും കാലയിൽ മാർക്കിങ് വരും. പിന്നെ റെയറായിട്ടാണ് വൈറ്റ് വരും, പിന്നെ ബ്ലൂ വരും, ഇസബെല്ല വരും. ഇസബെല്ല എന്ന് പറഞ്ഞാൽ ഗ്രേ ആൻഡ് ടാൻ മാർക്കിങ്. പിന്നെ ഇപ്പോൾ കുറച്ച് എക്സോട്ടിക് വന്നേക്കണതാണ് മെർൽ എന്ന് പറയും. മെർൽ എന്ന് പറയുമ്പോൾ ട്രൈ കളറാണ്. ബോഡിയിൽ വൈറ്റ് ഉണ്ടാവും, ബ്ലൂ ഉണ്ടാവും, ബ്ലൂവിൽ തന്നെ ചെറിയൊരു ബ്ലാക്ക് മിക്സിങ് കളർ മെർൽ എന്ന് പറയും. അത് നമ്മുടെ ഇങ്ങോട്ട് വന്നിട്ടില്ല, ജർമ്മനിയിലും അമേരിക്കയിലൊക്കെ കണ്ടിട്ടുണ്ട് മെർൽ എന്ന് പറയും, ഇംഗ്ലീഷ് മെർൽ എന്ന് പറയും. ഇവിടെ സാധാരണ കോമൺ കാണുന്നതാണ് റെഡ്, ബ്ലാക്ക് ആൻഡ് ടാൻ, പിന്നെ ചോക്ലേറ്റ്. അത് കഴിഞ്ഞ് ബ്ലാക്കും റെഡും കൂടി മിക്സ് കയറിയിട്ടാണ് ഈ സ്റ്റാഗ് വരുന്നത്, മാൻ്റെ കളറ്. മാനെ പറഞ്ഞാണ് സ്റ്റാഗ്, മാൻ്റെ കളറ് സ്റ്റാഗ് റെഡ്. വെയിൽ ടൈമിൽ ഇവർക്ക് സ്ട്രെസ് ഉണ്ടാവും. പിന്നെ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വല്ല ആളാണ് ഇവിടെ മീറ്റിങ്ങിന് വന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 10 മിനിറ്റ് ഇവിടെ ആ ഡോഗ് ഫീമെയിൽ ബിച്ച് വന്നിട്ട് ഇവിടെ കുറച്ച് നേരം നിർത്തും. അതിൻ്റെ ആ ട്രാവലിംഗ് സ്ട്രെസ് മാറിയതിന് ശേഷവും മെയ്റ്റ് ചെയ്യിക്കാറുള്ളൂ. ക്യാരിങ് ടൈം പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് 55 ദിവസത്തിന് ശേഷം 65 ദിവസത്തിനുള്ളിൽ. പിന്നെ വല്ലാണ്ട് വർക്കിംഗ് ഒന്നും ഇല്ലാത്ത ഡോഗാണെങ്കിൽ അതൊരു 72 വരെ വന്നിട്ടുണ്ട്. പക്ഷെ അത്രയും നമ്മൾ വെക്കില്ല. അത് പരമാവധി ഏതെങ്കിലും വെറ്റിനറി ഡോക്ടറിൻ്റെ ഒരു ഹെൽപ്പ് നമ്മൾ നോക്കും. ഒരു 10-ഒരു 8% നാച്ചുറൽ ബർത്ത് കിട്ടും. ചില കേസിൽ വർക്കിംഗ് ഇല്ലാത്ത ഡോഗാണെങ്കിൽ ചിലപ്പോൾ പപ്പീസ് വലുതാകാം. അങ്ങനെയാണെങ്കിൽ സിസേറിയൻ വന്ന അവസ്ഥയുണ്ട്. പ്രൈസ് ക്വാളിറ്റി വൈസാണ് വന്നത്. ഇപ്പം തീരെ ലോക്കലൊക്കെയാണ് ഒരു 5 രൂപ, 5000 രൂപ, 7000 രൂപ കിട്ടണ സ്ഥലമുണ്ട്. ക്വാളിറ്റി വൈസ് എപ്പോഴും റേറ്റ് വരും. ഒരു സർട്ടിഫൈഡ് പപ്പീസൊക്കെയാണ് ഒരു 15 to 40 വരെ. അതിൻ്റെ പാരൻറ്റേജ് അനുസരിച്ച് ഇമ്പോർട്ടഡ് പാരൻറ്റ്സ്, ചാമ്പ്യൻ പാരൻറ്റ്സ് വെച്ച് റേറ്റ് കയറും. ബോത്ത് സൈഡ് ഇമ്പോർട്ടൊക്കെ ആണെങ്കിൽ റേറ്റ് വരും. ഒരു 80,000, 1 lakh വരെയും വരും ബോത്ത് സൈഡ് ഇമ്പോർട്ട്. അതും നല്ല ഈ വിന്നിങ് പാരൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ റേറ്റ് വരും. ലോക്കലൊക്കെ ആണെങ്കിൽ 5000 രൂപ മുതൽ പപ്പീസ് കിട്ടാനുണ്ട്. പക്ഷേ അതിൽ വിഷയം എന്ന് വെച്ചാൽ ബ്രീഡ് സ്റ്റാൻഡേർഡ് കിട്ടില്ല. ബ്രീഡ് സ്റ്റാൻഡേർഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വളർത്തുന്നതിൽ പ്രത്യേകിച്ച് ഗുണവുമില്ല. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു നാടൻ ഡോഗ് ആണെങ്കിലും അതൊരു നല്ല പാരൻറ്റേജ് ഇത് കിട്ടിയാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും. വാച്ചിങ് പർപ്പസ് ആണെങ്കിലും പെറ്റ് പർപ്പസ് ആണെങ്കിലും എല്ലാം പറ്റും. അല്ലാത്ത കേസിലാണ് ചിലപ്പോൾ ഡോഗ് ഓണറെ കടിച്ച് അല്ലെങ്കിൽ നശിപ്പിക്കൽ അങ്ങനത്തെ കാര്യങ്ങളുള്ള ആ ബ്രീഡിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് അങ്ങനത്തെ വിഷയം വന്നത്. ഇവരുടെ കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി ലെങ്ത്ത് കുറവായിരിക്കും, കൈക്കും കാലിലും നീളം ഉണ്ടാവും. അതനുസരിച്ചാണ് ഡോഗിൻ്റെ ഹാക്കനി ക്ലിയർ ആയിട്ട് കിട്ടുന്നത്. പ്ലസ് ഷോ പപ്പീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ബൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ സിസറായിരിക്കും. ബൈറ്റ് ഇതുണ്ട്, വേറെ ഗ്യാപ്പൊന്നും പാടില്ല. ഇതിനകത്ത് 3 ടൈപ്പ് ബൈറ്റ് ഉണ്ട്. ഇതാണ് ക്ലിയർ ബൈറ്റ്, സിസർ ബൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മേൽത്താടി കൂടുതൽ, അതിനെ പറയണത് അണ്ടർ ഷോട്ട് എന്ന് പറയും. മേൽത്താടി ഷോട്ട്, കീഴ്ത്താടി നീളം കൂടുതൽ, അത് അപ്പർ ഷോട്ട് എന്ന് പറയും. അത് രണ്ടും ഷോയിന് അലൗഡ് അല്ല. ഇതുകൊണ്ട് ഇത് എല്ലാം വിസിബിൾ ആയിരിക്കണം. ചില കേസിൽ ഇൻബ്രീഡ്, ഈ ആങ്ങള പെങ്ങൾ, അമ്മയും മോനും അപ്പനും മോളും, അങ്ങനത്തെ ലോക്കൽ ബ്രീഡേഴ്സ് അങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ബൈറ്റ് ഒരു ടൈമിനുള്ളിൽ തന്നെ കൊഴിഞ്ഞു പോകും. അത് ഷോയിന് അലൗഡ് അല്ല, അത് ഫോൾട്ടാണത്. ഈ ബൈറ്റ് മിസ്സിങ് ഉള്ള പപ്പീസിനെ പരമാവധി നമ്മൾ ബ്രീഡ് ചെയ്യിക്കരുത്. അതിനെ കാസ്ട്രേറ്റ് ചെയ്ത് പെറ്റായിട്ട് വളർത്താം. അല്ലാണ്ട് കൊന്നുകളയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ജീവിയാണ്, അതിനെ നമുക്ക് കൊല്ലാനുള്ള വകുപ്പൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ കാസ്ട്രേറ്റ് ചെയ്യുക, പിന്നീട് ബ്രീഡ് ചെയ്യിക്കരുത്. ഓവർ സൈസ് ഡോഗിനെയും പെറ്റായിട്ട് കൊടുക്കുക, ബ്രീഡ് ചെയ്യിക്കരുത്. എപ്പോഴും നമ്മൾ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ക്വാളിറ്റി എന്ന് വെച്ചാൽ ഇത് കണ്ട്, ഈ ഹെഡ് ക്ലിയർ ബ്രോഡ് ഹെഡായിരിക്കുള്ളൂ. ചെസ്റ്റ്, കൈക്കും കാലിലൊന്നും ബെൻഡ് കാര്യങ്ങളൊന്നും പാടില്ല. ഇതാ ഡോഗിനെ നിർത്തണത്. ഇതിപ്പോൾ ഷേപ്പല്ല, ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് ടെയിൽ ഇങ്ങനെ പയ്യെ ലിഫ്റ്റ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സ്റ്റാക്ക് ചെയ്ത് നിൽക്കും ഡോഗ്. പിന്നെ ബോഡി വൈസ് നോക്കുമ്പോൾ കുറച്ചും കൂടി നെക്ക് ലെങ്ത് ആയിരിക്കണം. ശരിക്കും ഹോഴ്സിൻ്റെ ബോഡി ലാംഗ്വേജാണ് മിൻപിന്നുള്ളത്.